ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ആക്ച്വലി ഈ മൂവി ഇറങ്ങിയിട്ട് ഒരു 2-3 ദിവസമായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ റിവ്യൂ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് ബേബികൾ എന്ന് പറയുന്ന മൂവിയെ കുറിച്ചാണ് സുഹൃത്തുക്കളെ. അരുൺ വർമ്മ പുള്ളിക്കാരനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പടം. പുള്ളിക്കാരനാണ് ഗരുഡ മൂവിയൊക്കെ ഡയറക്റ്റ് ചെയ്തത്. റൈറ്റേഴ്സ് ഭൂപി ആൻഡ് സഞ്ജയ് ആണ് ഈ പടത്തിൻ്റെ റൈറ്റേഴ്സ്. സ്റ്റാർ കാസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിവിൻ പോളി, ലിജോ മോള്, പിന്നെ അഭിമന്യു ഷമിത്തലയൻ, പിന്നെ സംഗീത്, ഇങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെയാണ് വരുന്നത്. സംഗീതിൻ്റെ ആക്ച്വലി ഇതിനകത്ത് നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കിടുക്കൻ ഒരു പെർഫോമൻസ് ഉണ്ട് സംഗീതത്തിൻ്റെ ഇതിനകത്ത്. അങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അസീസ് നെടുമങ്ങാടുണ്ട്, അതിഥി രവിയൊക്കെ ഉണ്ട്. ചെറിയ പുള്ളിക്കാരൻ, ഐ മീൻ നിവിൻ പോളിയുടെ വൈഫായിട്ടാണ് വരുന്നത്. അങ്ങനെ പിന്നെ കിച്ചു, അങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. ആക്ച്വലി ഇതിനകത്ത് ഒരു പുള്ളിക്കാരൻ പ്രേംപ്രകാശ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അഭിനയിച്ചോന്ന് ചോദിച്ചാൽ അഭിനയിച്ചു, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. കാരണം എന്തായാലും പുള്ളിക്കാരൻ ഫ്ലെക്സിലൂടെയാണ് പടത്തിനകത്ത് അഭിനയിച്ചേക്കുന്നത്. പിന്നെ ജാഫർ ഇടുക്കി ഉണ്ട്. ആദ്യത്തെ കുറച്ച് പോർഷനിലൊക്കെ ഉള്ളു, ഒരു 3-4 സീൻ അത്രയൊക്കെ ഉള്ളു. പിന്നെ ശ്രീദേവി ഉണ്ട്. അങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് കാണിക്കുന്നത് നിവിൻ പോളി, ലിജോ മോള്, സംഗീത്, പിന്നെ ഷമ്മി തിലകൻ്റെ മോനായിട്ടുള്ള അഭിമന്യു അങ്ങനെ എന്തോ ഇല്ല പേര് ഞാൻ പറഞ്ഞത്, അഭിമന്യു ഷമ്മിതരെ. പുള്ളിങ്ങനെ പേര് മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് മെയിനായിട്ട് എല്ലാ ഫ്രെയിമിലും കാണിക്കുന്നത്, ഐ മീൻ പടം കംപ്ലീറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി അഭിമന്യു ഷമ്മിതരൻ ആക്ച്വലി ഇതിനകത്തൊരു പോലീസ് ഓഫീസറായിട്ടാണ്. അപ്പം സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഒരു ബേബി ഗേൾ, ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സാവുന്നുണ്ട്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കുന്നില്ലയോ എന്നുള്ള ഒരു കഥ പറഞ്ഞു പോകുന്ന ഒരു ദിവസം ഇറങ്ങുന്ന ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഇറ്റ്സ് നോട്ട് എ നിവിൻ പോളി മൂവി. നിവിൻ പോളി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ബട്ട് പുള്ളി അവിടെ മറ്റുള്ള ക്യാരക്ടേഴ്സിനെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ രീതിക്കുള്ള ഒരു റോളാണ് പുള്ളിക്കാരന് അതിനകത്ത്. പിന്നെ സംഗീതിൻ്റെയൊക്കെ പെർഫോമൻസ് ഞാൻ പറഞ്ഞത് നല്ല കിടുക്കനായിട്ടുള്ള കുറേ ഇമോഷണൽ കാര്യങ്ങളൊക്കെ പറയുന്ന കുറേ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഗീതിനും ലിജോ മോൾക്കുമാണ് കുറച്ചൊക്കെ പെർഫോമൻസ് വൈസ് ഒക്കെ ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് പോലീസുകാരിങ്ങനെയും നമ്മളൊക്കെ കള്ളം പറഞ്ഞ് വിശ്വസിക്കുമോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതിനകത്ത് ചില കാര്യങ്ങൾ ടുവേഴ്സ് ദ എൻഡ്, ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചധികം കള്ളങ്ങളും കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് പോലീസുകാരോട് പറയുന്നുണ്ട്. ബട്ട് അതൊക്കെ ഐ ഡോണ്ട് നോ, അത് പോലീസുകാർ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പേരിൽ അവർ കേസ് മുന്നോട്ട് പോകാതിരിക്കും എന്നൊക്കെ ഉള്ളത് ഐ ഡോണ്ട് നോ. നമ്മുടെ കേരള പോലീസ് അങ്ങനെ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ മൂവി, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഭയങ്കര സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇറ്റ്സ് എ നൈസ് വൺ ടൈം വാച്ചബിൾ സാധനം. ഭയങ്കര വലിയ സംഭവങ്ങളും കാര്യങ്ങളായിട്ടൊന്നുമില്ല. ബട്ട് ദർ ആർ സം എലമെൻറ്റ്സ് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ഉള്ളതുണ്ട്. പിന്നെ അതിൽ മെസ്സേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മെസ്സേജ് ആയിട്ടല്ല, ബട്ട് എന്നാൽ പോലും യൂത്തിൻ്റെയൊക്കെ കുറച്ചധികം കാര്യങ്ങൾ അവരുടെ ലൈഫുമായിട്ട് കറൻ്റ്ലി ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലുമായിട്ട് പിള്ളേർക്ക് ചിലപ്പോൾ പറ്റുന്ന ചില അബദ്ധങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന ഫോൾട്ടുകൾ, അല്ലെന്നുണ്ടെങ്കിൽ അവർ എടുത്തു ചാടുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു കണക്ഷൻ വരുന്ന ഒരു പടമാണ് സുഹൃത്തുക്കളെ ബേബി ഗേൾ. ഞാൻ പറഞ്ഞതുപോലെ ഒരു വൺ ടൈം സാധനമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. എന്തായാലും ഫസ്റ്റ് ഹാഫ് ഈസ് ഓക്കെ, സെക്കൻഡ് ഹാഫ് കുറച്ചധികം വലിച്ചു നീട്ടലായിരുന്നു. ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, നിവിൻ പോളി ഷോ കാണാം എന്നുള്ള ഉദ്ദേശം നിങ്ങൾ പോകാതിരിക്കുക. ഇറ്റ്സ് നോട്ട് എ നിവിൻ പോളി മൂവി. നിവിൻ പോളി ഉണ്ട് അത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ കുഞ്ഞു മൂവി. താല്പര്യമുള്ളവർ പോയി കാണുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.